ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ കുറച്ച് ഇൻസിഡൻറ്റ്സ് കണ്ടിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ ഫാമിലി, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് സംസാരിക്കണം. ഇപ്പം നമ്മൾ ഈ അടുത്തുണ്ടായ അതുല്യയുടെ ഇഷ്യൂ ആണെങ്കിലും വിഭജിക, അങ്ങനെ എത്ര എക്സാമ്പിൾസ് നമ്മളുടെ മുന്നിലുണ്ട്. നമ്മൾ എന്നാണ് പഠിക്കുക, എന്നാണ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക, എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഈ ഒരു ഫാമിലിയിൽ ഒരു 30 to 40 ഇയേഴ്സിലുള്ള ആൾക്കാരാണ് നമുക്ക് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. എനിക്കറിഞ്ഞു എൻ്റെ വീഡിയോ എത്രത്തോളം റീച്ച് ആവുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഡസൻറ്റ് മാറ്റർ. അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ലൈഫിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്കത് മതി. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെ പോലെയുള്ള ഒരു സാധാരണ ഒരു ക്രിയേച്ചർ മാത്രമാണ് നമ്മൾ. ഓക്കെ, മനുഷ്യരെന്ന് പറയുന്നത്. എല്ലാം അതിൻ്റെ ഇണയെ കണ്ടെത്തുന്നുണ്ട്. അതിപ്പം മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ചെടികൾ, മരങ്ങൾ, എന്താണെങ്കിലും അതിൻ്റെ ഇണയെ അവർ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യനും. ഓക്കെ, നമ്മൾക്കൊരു പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇമോഷണൽ, ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്കൊരു കൂട്ട് വേണമെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇണയെ നമ്മൾ കണ്ടെത്തുന്നു. അയാളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു. വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റിന് അത്ര മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ് ലൈഫിൽ. ജീവിതത്തിൻ്റെ എൻഡോ, ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമോ അല്ല വിവാഹം എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ ഈ ചെറുപ്പം മുതലേ കുറേ ഫിലിംസ്, നോവൽസ്, ഇതിലൊക്കെ നമ്മളെ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പണ്ട് മുതൽ നമ്മളെ കാണിക്കുന്നത് എന്താ, രണ്ടുപേർ പ്രണയിക്കുന്നു, കുറേ തടസ്സങ്ങൾ വരുന്നു, അവസാനം ദ എൻഡ്, ശുഭം എങ്ങനെയാണ്, രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് കല്യാണം കഴിക്കുന്നതോടുകൂടി അവർ സന്തോഷകരമായ ദ ഹാപ്പി എൻഡിങ് അല്ലേ എന്നാണ് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വിചാരം എന്താ, ഓക്കെ, ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതോടുകൂടി ജീവിതം ധന്യമായി സുരഭിലമായി. അല്ല, അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. വളരെ ചെറിയ, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ളൊരു പാർട്ട് മാത്രമാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. എസ്പെഷ്യലി നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ, നമ്മളുടെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ എല്ലാ ആൾക്കാരുടെയും ഒരു റൂട്ടീൻ പോലെ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു 10-23 വയസ്സ് വരെ പഠിക്കുക, പിന്നെ ജോലി മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ കല്യാണമാണ്. ചിലർക്ക് പെൺകുട്ടികളുടെ കാര്യത്തിൽ അതുമില്ല, പഠിക്കൊന്നും വേണ്ട, നല്ല ചെറുക്കനുണ്ടോ, ജോലിയുണ്ടോ, ഗവൺമെൻറ് ജോലിയുണ്ടോ, അല്ലെങ്കിൽ അവന് എന്താണ് വിദേശത്ത് ജോലിയുണ്ടോ, ഓക്കെ, അവനെ കല്യാണം കഴിപ്പിക്കാം. അവൾ പഠിക്കുകയും വേണ്ട, അവൾക്ക് ജോലിയും വേണ്ട, അവൾക്ക് വേറൊരു ഐഡൻറ്റിറ്റിയും വേണ്ട, കല്യാണം കഴിപ്പിച്ച് കൊടുത്തോടുകൂടി അവളുടെ ജീവിതം ഭാവി സുരഭിലമായി. ഇനി അവളെ നോക്കാനും അവളുടെ ജീവിതം, അവളെ പൊന്നുപോലെ നോക്കാൻ അവൾക്കൊരു രാജകുമാരനെ നിങ്ങൾ കൊണ്ട് കൊടുത്തല്ലോ, തീർന്നു. പിന്നെ അവർ ലോൺ എടുക്കുന്നു, വീട് വയ്ക്കുന്നു, പിള്ളേരെ ഉണ്ടാക്കുന്നു, വീണ്ടും ഈ സൈക്കിൾ, ഈ പിള്ളേരുടെ അടുത്തും ഇതേ സൈക്കിൾ, ഇങ്ങനെ ജീവിച്ച് മരിക്കുക. ഇത് മാത്രമാണ് വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ടോക്സിക് മാരേജ് ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ പാരൻസ് ആണെങ്കിലും അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അവർ കുറേ കാലം അവർ പഠിച്ചു, ജോലി മേടിച്ചു, മക്കളുണ്ടായി, പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. അവനവന് വേണ്ടി എന്നാ നമ്മൾ ജീവിക്കുന്നത്? ആരും ജീവിക്കുന്നില്ല ഇവിടെ അവനവന് വേണ്ടി. ഇപ്പോൾ ഉള്ള ജനറേഷൻ എനിക്ക് തോന്നുന്നു കുറേ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഉള്ള ജനറേഷൻ അവനവന് വേണ്ടി ജീവിക്കുന്നത്. പക്ഷെ അല്ലാതെ ഒരു 30s 40s ഉള്ള ആൾ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. കല്യാണം എന്താ പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു സംഭവം ഉണ്ടായി, ഒരു കൂട്ടുണ്ടായി. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല പുറത്ത് പോയിട്ട് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള യാത്രകൾ പോകാനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. കുറേ നാൾ ജോലിക്ക് വേണ്ടി ഓടി, കല്യാണത്തിന് വേണ്ടി ഓടി, അതിനുശേഷം വീടുണ്ടാക്കാൻ ഓടി, മക്കൾക്ക് വേണ്ടി ഓടി, മരുമക്കൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടി ഓടി ഒരു ദിവസം തട്ടിപ്പോവാം. ഇതാണ്, ഈ സൈക്കിളാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഈ പാർട്ട്ണറും കല്യാണവും ഫാമിലിയും മക്കളും ഇതിനപ്പുറമായിട്ട് നമ്മൾക്ക് നമ്മളുടേതായ ഒരു ലൈഫുണ്ട്, നമ്മൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഞാൻ പറയുകയാണ്, എല്ലാത്തിനും അപ്പുറം, എല്ലാവരേക്കാളും അപ്പുറം അവനവനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. അതാണ് ലൈഫിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പഠിക്കാൻ പറ്റുന്നത്രത്തോളം പഠിക്കുക. ഇപ്പോൾ ഞാൻ ഡിഗ്രി എടുക്കുന്നതല്ല വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രി ചിലപ്പോൾ നമുക്ക് ആവശ്യമാണ് ചില ജോലികൾക്കൊക്കെ വേണ്ടി. പക്ഷേ പഠിക്കാൻ നമുക്ക് എന്തോരം അവസരങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്, എന്തോരം ഓപ്ഷൻസ് നമ്മളുടെ മുന്നിലുണ്ട്, എത്ര ആൾക്കാർ നമ്മളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങളെ തളച്ചിടാൻ പറ്റത്തില്ല, ഒരാൾക്ക് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക.
അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുക അവനവന്. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ നോക്കുന്നില്ല, ഓക്കെ വേണ്ട, പാർട്ട് ടൈമിന് പാർട്ട് ടൈം പോയിട്ട് നിങ്ങൾ പഠിക്കേ, ജോലി മേടിക്കേ. ഞാൻ പറയാം, എൻ്റെ പാരൻസ് എനിക്ക് വേണ്ടി 5 രൂപ പോലും മാറ്റി വെച്ചിട്ടില്ല. 5 രൂപ പോലും എനിക്ക് ഒരു കുടുംബസ്വത്തായിട്ടോ ഒന്നുമായിട്ട് എനിക്കൊന്നും പാരമ്പര്യമായിട്ട് കുറേ കടം കിട്ടിയെന്നല്ലാണ്ട് എനിക്ക് വേറെ ഒരു പാരമ്പര്യ സ്വത്തും എനിക്ക് കിട്ടിയിട്ടില്ല. ഈവൻ കുടുംബസ്വത്ത് വീതിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഐ മീൻ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ലേഡീസിനൊന്നും കിട്ടില്ല. എന്ന് വെച്ചാൽ എൻ്റെ പാരൻസിന്, എൻ്റെ അമ്മയുടെ ഫാമിലിയിലൊക്കെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. വേണ്ട, നമുക്കൊന്നും വേണ്ട. പക്ഷേ എൻ്റെ പാരൻസ് എനിക്ക് തന്ന ഏറ്റവും വലിയ ധനം എന്താണെന്നറിയോ? എന്ത് കഷ്ടപ്പാടും എന്ത് ബുദ്ധിമുട്ടും പട്ടിണിയും ആയിരുന്നെങ്കിലും അവരെന്നെ പഠിപ്പിച്ചു. ഞാൻ വലിയ സ്കൂളിലൊന്നുമല്ല പഠിച്ചത്, സാധാരണ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. സാധാരണ മലയാളം മീഡിയം സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ ഇൻസൾട്ട് സഹിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പഠിച്ചു, അവരെന്നെ പഠിപ്പിച്ചു. കോളേജിലൊക്കെ പഠിക്കുമ്പം 300 രൂപയായിരുന്നു എനിക്ക് പോക്കറ്റ് മണി ഒരു മാസം. ചിലപ്പോൾ അത് 200 ആയിരിക്കും. മതി. അത് വെച്ച് ഞാൻ പഠിച്ചു. അത് വെച്ച് പഠിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഥ. എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ എഡ്യൂക്കേഷനാണ്. എൻ്റെ എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിൽ എപ്പോഴും ഞാൻ എൻ്റെ പാരൻസിനോട് ഞാൻ നന്ദിയുള്ളവളാണ്. എന്നെ പഠിപ്പിച്ചു. അല്ലാതെ 18 വയസ്സിലോ 20 വയസ്സിലോ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടില്ല. ബിക്കോസ് ഇന്ന് ഈ ലോകത്ത് എന്തൊക്കെ വീണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ കീഴ്മേൽ മറിഞ്ഞെന്ന് പറഞ്ഞാൽ, ആരൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാലും, ഇവൻ എൻ്റെ പാരൻസ് ഇല്ലെന്നുണ്ടെങ്കിലും എൻ്റെ ബ്രദർ ആരില്ലെന്ന് പറഞ്ഞാലും, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് എനിക്കെൻ്റെ വിദ്യാഭ്യാസം മതി. ഈവൻ എൻ്റെ ജോലി പോലും ഇല്ലെങ്കിൽ പോലും എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം. ഐ നോ നെക്സ്റ്റ് ഡേ എനിക്ക് വേറൊരു ജോലി കിട്ടും. ബിക്കോസ് ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്ക് എവിടെ പോലും എനിക്ക് ജോലി കിട്ടും. എനിക്ക് 100% ഉറപ്പാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ചിറകുകളെയാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ ഞാനിരിക്കുന്ന മരക്കൊമ്പിനെയല്ല. ആ ഒരു ധൈര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അത് നിങ്ങൾ ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കുക. കല്യാണം കഴിപ്പിക്കുക, അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ എൻ്റെയൊക്കെ ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ? മക്കളെ നല്ല രീതിയിൽ കല്യാണം നടത്തണം. ഈ നല്ല ജോലിയൊക്കെ ഉണ്ടായിരിക്കും, എന്നിട്ട് റിട്ടയർമെൻറ്റ് നല്ല പൈസ കിട്ടും. ആ പൈസ എല്ലാം കൂടെ മക്കളുടെ കല്യാണം ആർഭാടമാക്കി നടത്തണം. അതോടുകൂടി അവർ ഇതാവും, പുണ്യപാദത്തിൽ ചെന്ന് ചേരും. അങ്ങനെയാണോ നിങ്ങൾ ലൈഫിനെ വിചാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ആർഭാടമായിട്ട് കുറേ കല്യാണം നടത്തി, കുറേ സ്വർണ്ണം ഇട്ട് കൊടുത്ത്, കുറേ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഫുൾഫിൽഡായോ? കഴിഞ്ഞോ? തീർന്നോ? അത്രയേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിന്? ഈ ഒരു ജന്മം കൊണ്ട് നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം അതായിരുന്നു? അങ്ങനെയാണ് കുറേ ആൾക്കാർ വിചാരിക്കുന്നത്. അയ്യോ, മറ്റേ ചിറ്റപ്പൻ്റെ മോള് 100 പവൻ വെച്ച് കെട്ടിച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളെ 150 പവൻ വെച്ച് കെട്ടിക്കണം. അതാണ് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം. അതിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഓവർ ടൈം വർക്ക് ചെയ്യുന്നു, വേറെ പണി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, സൈഡ് ബിസിനസ് ചെയ്യുന്നു, ഒരു ലീവ് പോലും എടുക്കാതെ എല്ലാ പൈസയും സേവ് ചെയ്ത് വെക്കുന്നു. എന്തിന്? നാളെ ഇതുപോലെയുള്ള ആർക്കോ കൊണ്ട് കൊടുക്കാൻ. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് അവർ സന്തോഷമായിട്ടാണോ ജീവിക്കണേ? ആരാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നത് മാരീഡ് ലൈഫിൽ? ഞാൻ പറയും, എനിക്ക് എത്ര ആൾക്കാർ എൻ്റെ അടുത്ത് ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരുണ്ടെന്നറിയോ? ഈവൻ എൻ്റെ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, ലൈക്ക് ഞാൻ കുറച്ച് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, മേ ബി ഞാൻ ലോയർ ആയതുകൊണ്ടായിരിക്കാം, എന്തോ ആൾക്കാർ എൻ്റെ അടുത്ത് അവരുടെ വിഷമങ്ങളൊന്ന് പറയാറുണ്ട്. എത്ര ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളതിലും സംസാരിച്ചിട്ടുള്ളതിനകത്തും ഈ മാരീഡ് ലൈഫിൽ 100% ഹാപ്പി ആയിട്ടുള്ള ഒരു 1% ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. വെറും 1%. ബാക്കിയുള്ള എത്ര ആൾക്കാർ ഹാപ്പിയാണ്? എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ കൊളീഗ്സ് പറയുകയാണ്, എൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച മുതലുള്ള 15 വർഷം ഞാനത് മായ്ച്ചു കളഞ്ഞേനെ. തിങ്ക് എത്രത്തോളം പെയിൻ അവരനുഭവിക്കുന്നുണ്ടാവും അവരുടെ അതാണോ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു ലൈഫ് കൊണ്ട് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാൾ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ കെയർ ചെയ്യാൻ, നമ്മളെ കേൾക്കാൻ, നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിൽ കൈപിടിച്ച് ഒരുമിച്ച് പോവാൻ, ഒരുമിച്ച് കുറേ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നിട്ട് അത് നേടിയെടുക്കാൻ, അതിനല്ലേ ഒരു പാർട്ട്ണർ വേണ്ടത്? അല്ലാണ്ട് നമ്മളൊക്കെ എന്തൊക്കെയാണ് നമ്മളൊക്കെ കാണിച്ചു കൂട്ടുന്ന ജീവിതമായിട്ട് വെച്ചിട്ട്?
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക് ജീവിതത്തിൽ ഡ്രീംസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഡ്രീംസ് എന്ന് പറഞ്ഞു കൊടുക്ക്. അതിന് ഫസ്റ്റ് പാരൻസിന് അത് വേണം കേട്ടോ. മക്കളുടെ കല്യാണം അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡ്രീം. മക്കളെ വലിയ നിലയിലെത്തിക്കുക, മക്കൾ നല്ല നിലയിലെത്തുക എത്താതിരിക്കുക എന്നൊക്കെ അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. മക്കൾക്ക് വേണ്ടി ദയവ് ചെയ്ത് ഒന്നും നിങ്ങൾ സേവ് ചെയ്യാതിരിക്കുക. എന്തിനാണ് നിങ്ങൾ മക്കൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നത്? വെറും മൊണ്ണകളായിട്ട് വളർത്താനാണ് അവരെ, വെറും ബ്രോയിലർ ചിക്കൻസ് ആയിട്ട് വളർത്താനാണ്. നിങ്ങൾ കുറേ സ്വത്തും കാറും അതും ഇതും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ പിന്നെ ചെയ്യാൻ ഒന്നും ഉണ്ടാവത്തില്ല. അവരെങ്ങനെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കും? ബിക്കോസ് അവർക്ക് ഓടി കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, പാരമ്പര്യ സ്വത്തുണ്ട്. പിന്നെ എങ്ങനെ അവർ ലൈഫിൽ ത്രൈവ് ചെയ്ത് അവരെങ്ങനെ ലൈഫിൽ ഒരു സക്സസ്ഫുൾ ആകും? ഞങ്ങളെല്ലാം ഫീഡ് ചെയ്ത് കൊടുത്ത് വെച്ചേക്കുക. പിന്നെ എങ്ങനെ അവർ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിപ്പോയി തീറ്റ തേടും? ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന് ഒരുപാട് കഴിവുകളുണ്ട്. സാധാരണ ജീവജാലങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട് മനുഷ്യന്. അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ആ ഒരു സർവൈവൽ മോഡിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ കംഫർട്ടബിൾ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് എൻ്റെ പാരൻസ് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് വീടുണ്ട്, കാറുണ്ട്, പിന്നെ ഞാൻ പഠിക്കേണ്ട ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി, എനിക്കിങ്ങോട്ട് എല്ലാ സംഭവങ്ങളും കിട്ടും, പിന്നെ ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ബ്രോയിലർ ചിക്കൻസ് ആയിട്ട് നിങ്ങൾ മക്കളെ വളർത്തരുത്. നിങ്ങൾ ജോലി ചെയ്യുക, നിങ്ങൾ മക്കളെ ഉണ്ടാക്കിക്കോ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ബെസ്റ്റ് എഡ്യൂക്കേഷൻ. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, സർക്കാർ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിക്കാം. പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും പഠിക്കും. അത് സർക്കാർ സ്കൂളിലാണെങ്കിലും ഈവൻ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും പഠിക്കും. നല്ല എഡ്യൂക്കേഷൻ നിങ്ങൾ കൊടുക്കുക. അത് മാത്രമാണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് അവനവന് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ പാർട്ട്ണറുണ്ട്, നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോകുക, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഡ്രസ്സ് വാങ്ങുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചില ഡ്രീംസ് ഉണ്ടാവും ലൈഫിൽ. നിങ്ങളുടെ ഡ്രീം എന്താ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ ട്രിപ്പ് പോകണം എന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ നല്ലൊരു കാർ മേടിക്കണം എന്നായിരിക്കും. എല്ലാം ചെയ്യ്. ആർക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുന്നത്? എന്തിന് സേവ് ചെയ്ത് വെക്കണം? സേവ് ചെയ്തെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കണ്ടെന്നാണ് കേട്ടോ. ഞാൻ പൈസ സേവ് ചെയ്ത് വെക്കേണ്ടതല്ല, അവനവന് വേണ്ടി പൈസ സേവ് ചെയ്ത് വെക്കണം. അല്ലാതെ നിങ്ങൾ കുറേ കാലത്തിന് ശേഷം എവിടെയോ കിടക്കുന്നൊരു ചെറുക്കന് വേണ്ടിയിട്ട് നിങ്ങൾ രാപ്പകലില്ലാതെ 10-30 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എവിടെയോ കിടക്കുന്ന ചെറുക്കനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ 30 വർഷം നിങ്ങൾ ചിലവാക്കുന്നത്. അതാണോ നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം ലൈഫിൽ? ഒരു പെൺകുട്ടി ഉണ്ടായിന്ന് വിചാരിച്ച് അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി, അവളുടെ കൂടെ അവളുടെ ജീവിതവും അവളുടെ എല്ലാം ഷെയർ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനെ കണ്ടുപിടിക്കാൻ അവളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കൂലിയാണ് ഈ 10-30 വർഷങ്ങളുടെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വത്ത്. എനിക്കത് മനസ്സിലാവണില്ല, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല. എന്തൊരു വലിയ വിഡ്ഢിത്തമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ അയാളുടെ ഹോൾ ലൈഫ് കഷ്ടപ്പെടുകയാണ്. അയാൾ ഭാര്യയോട് മിണ്ടുന്നില്ല, മക്കളോട് മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, പണിയെടുക്കുകയാണ്. പണിയെടുത്ത് ഓവർ ടൈം വർക്ക് ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു, ഒരു ലീവ് പോലും എടുക്കുന്നില്ല, ഒരു കല്യാണത്തിന് പോകത്തില്ല, ഒരു ട്രിപ്പ് പോകത്തില്ല, ഒന്നും ചെയ്യത്തില്ല, സേവ് ചെയ്ത് വെക്കുക. എന്തിനാ? 10-30 കൊല്ലം കഴിയുമ്പം മോളെ ഒരുത്തനെ കൊണ്ട് കെട്ടിക്കണം. ആ കെട്ടാൻ വരുന്ന ചെറുക്കൻ ഇതെല്ലാം കൊണ്ട് ഈ 30 വർഷത്തെ അധ്വാനം. എനിക്ക് മനസ്സിലാവണില്ല, എന്താ നമുക്കൊക്കെ പറ്റിയത്, എന്താ നമ്മളുടെയൊക്കെ പ്രശ്നം? നമ്മളുണ്ടല്ലോ കുറേ കാലമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളാണ്, അത് മാറ്റണം. മക്കളുടെ കല്യാണം നടത്തുന്നതല്ല നിങ്ങളുടെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് എയിം. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഇപ്പോഴുള്ള പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇനി കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും മനസ്സിലത് രജിസ്റ്റർ ചെയ്ത് വെക്കുക. മക്കളുണ്ടോ? പഠിച്ച് ജോലി മേടിക്കാൻ പറ, അവനവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ. ഞാൻ പറയാം, ഞാൻ കല്യാണം കഴിക്കാൻ കുട്ടി ഉണ്ടോയെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും, ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ എനിക്ക് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ തരും. അതിനുശേഷം ജോലി മേടിക്കുക എന്നുള്ളതും അവരുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. അതിലെന്തെങ്കിലും എനിക്ക് സഹായിക്കാം. ചിലപ്പോൾ എനിക്കിതുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും, ഇന്ന പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെ ഇൻ്റർവ്യൂ അതെല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഗിവ് ദം ഫുൾ സപ്പോർട്ട്.
പക്ഷേ അതിനുശേഷം സ്വന്തമായിട്ട് വീട് മേടിക്കുക, കാർ മേടിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ലൈഫിൽ ഈ പറഞ്ഞ യൂറോപ്യൻ ട്രിപ്പ് പോവുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അതെല്ലാം അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്, ബിക്കോസ് ഞാൻ ചെയ്തു അത്. ഐ ഡിഡ് ബൈ മൈസെൽഫ്. ഒരാളും എന്നെ സഹായിച്ചില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തു. നിനക്കും ചെയ്യാൻ പറ്റും. ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനിതെല്ലാം ചെയ്തു. എൻ്റെ മക്കളിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിനക്കും അത് ചെയ്യാൻ പറ്റും. നീ പ്രൂവ് ചെയ്യുക നീ എൻ്റെ ബ്ലഡാണെന്നുള്ളത്. നിൻ്റെ ബ്ലഡിൽ അതുണ്ട്, നമ്മളുടെ ഓരോരുത്തരുടെയും ബ്ലഡിലുണ്ട്. നമ്മൾ അത്രയും അത്ഭുതകരമായൊരു ക്രിയേച്ചറാണ്. നമ്മളെല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. ഈ ചില പിള്ളേരെയൊക്കെ ചെറുപ്പം മുതലിങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുള്ള, അയ്യോ അവന് ബുദ്ധിയില്ല, അവന് പഠിക്കാനുള്ള, അവനൊന്നും. അങ്ങനെ ബുദ്ധിയില്ലാതെയും കഴിവില്ലാത്തതും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തതായിട്ട് ഒരാളും ഇല്ല. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഫിസിക്കലി മെൻ്റലി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും. അല്ലാതെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് ആരുമില്ല. നമുക്കെല്ലാം നമ്മളുടേതായ കഴിവുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ പുറകോട്ടാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഏരിയ നിങ്ങൾക്ക് ഡോമിനേറ്റിംഗ് ആയ മറ്റൊരു ഏരിയ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടെത്തണം. ഇപ്പം നിങ്ങൾക്ക് മാത്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുക, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കലാപരമായിട്ട് നിങ്ങൾ ബെറ്റർ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ താന്നിരിക്കുകയാണെങ്കിൽ മറ്റൊരു ഏരിയയിൽ നമ്മൾ കുറച്ചുകൂടെ ഹയർ സൈഡായിരിക്കും. നമ്മളുടെ അതെന്താണെന്നുള്ളത് കണ്ടെത്തുക. നിങ്ങളുടെ മക്കളിനാണ് അത് എന്താണെന്നുള്ളത് കണ്ടെത്തുക. എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് അവരെ അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്നതായിരിക്കാം, ഡാൻസ് പഠിക്കുന്നതോ അല്ലെങ്കിൽ എഴുതുന്നതായിരിക്കാം, അങ്ങനെ എന്തൊക്കെ കഴിവുകളുണ്ട് ഒരു മനുഷ്യന്. ഒരു പ്രശസ്തനായ ഒരു IAS ഓഫീസർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഈ ലോകത്തിലെ ഏത് ജോലിയും ചെയ്യാൻ പറ്റും, എന്ത് ജോലി നീ ചെയ്തോ, പക്ഷേ നീ ഒരു ചെരുപ്പൂത്തി വേണമെങ്കിലും ആയിക്കോ, പക്ഷേ നീ ഉറപ്പാക്കണം നീ ലോകത്തിലെ ബെസ്റ്റ് ചെരുപ്പൂത്തി ആയിരിക്കണം. അതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശം. എന്ത് ജോലിയും എന്ത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. മാന്യമായ ലീഗലായിട്ടുള്ള എല്ലാ ജോലികൾക്കും എല്ലാത്തിനും അതിന് മാന്യതയുണ്ട്. പക്ഷേ ആ ഒരു പൊസിഷനിൽ നീ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നീ ബെസ്റ്റ് ആയിരിക്കണമെന്ന് നീ ഉറപ്പ് വരുത്തണം എന്ന് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തം ചിറകുകളെ വിശ്വസിക്കാനുള്ള ധൈര്യവും കോൺഫിഡൻസും, അവർക്ക് അവനവനെ തന്നെ വിശ്വസിക്കാനുള്ള ധൈര്യം കൊടുക്കുക. ഈ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണനാകുന്നില്ല, അത് മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത പെൺകുട്ടി, ആത്മഹത്യയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ പറയുന്ന പെൺകുട്ടി, ആ കുട്ടി എഡ്യൂക്കേറ്റഡ് ആണ്, ജോലി ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷേ അവൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അറിയാൻ പറ്റാണ്ടായിപ്പോയി. ഇപ്പോൾ നമ്മളുടെ എത്രയോ സബ്സ്ക്രൈബേഴ്സ് എന്നോട് എല്ലാവർക്കും മെയിൻ പ്രശ്നം ഈ പേടിയാണ്. ഈ പെൺകുട്ടികളെ, എസ്പെഷ്യലി ആൺകുട്ടികളെയും ഒബ്വിയസ്ലി ചില പാരൻസ് വളർത്തി നശിപ്പിക്കാറുണ്ട്. വീട്ടിനകത്തിട്ട് പൂട്ടി, പുറത്ത് പോയി കഴിഞ്ഞാൽ ചീത്തയാകും, അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഇതുപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് പൂട്ടി വെച്ച് ഒന്നിനും കൊള്ളാത്ത വെറും എന്താ പറയുന്നത്, ബ്രോയിലർ ചിക്കൻസായിട്ട് വളർത്തുന്നുണ്ട് പിള്ളേരെ. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണമെന്ന് അറിയത്തില്ല, ഒരു ഇഷ്യൂ വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് ഈ ഭയക്കുന്നത്? എന്താ സംഭവിക്കാൻ പോണ അൾട്ടിമേറ്റ്ലി ലൈഫിൽ? മരണമാണല്ലോ അൾട്ടിമേറ്റ്ലി. ഇങ്ങനെയൊക്കെ വളർത്തുന്ന മക്കളാണ് നാളെ 10, 30, 35 വയസ്സിനുള്ളിൽ പോയിട്ട് മരിക്കുന്നത്. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ മക്കളെ, എൻ്റെ ഒരു സാറ് പറഞ്ഞൊരു കോട്ടുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നിന്നെയൊക്കെ ഞാൻ ഈ നടുക്കടലിലോട്ട് തള്ളിയിടുക, നീയൊക്കെ വെള്ളം കുടിച്ച് ചാവ്, പക്ഷേ അതിനകത്തുനിന്ന് ഒരുത്തൻ ആ കടൽ നീന്തി കര പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും പറ്റത്തില്ല. അതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയേണ്ടത്, അവരോടത്ത് ചെയ്യേണ്ടത്. ലൈഫിലെ എല്ലാ പ്രതിസന്ധികളും അവർ ഫേസ് ചെയ്യട്ടെ. നിങ്ങളിങ്ങനെ എൻ്റെ മക്കൾക്ക് ഒന്നും നോക്കാൻ പറ്റത്തില്ല, എൻ്റെ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ പൂട്ടി വെച്ച് എത്ര കാലം നിങ്ങൾ പൂട്ടി വയ്ക്കും? എത്ര കാലം നിങ്ങൾ അവരെ നോക്കിക്കൊണ്ടിരിക്കും, ടേക്ക് കെയർ ചെയ്യും? നമുക്കെല്ലാവർക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സമയമാകുമ്പോൾ എല്ലാവരും പോകും അല്ലേ? നാളെ അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെ ഈ ലോകം ഫേസ് ചെയ്യും? നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് പോവും, നിങ്ങൾ മരിച്ചു പോവും. പിന്നെ അവരെങ്ങനെ ഈ ലോകം ഫേസ് ചെയ്യും? ഒരു പ്രശ്നം വന്നാൽ അവരെങ്ങനെ ഫേസ് ചെയ്യും? ആരുണ്ടാവും? ഈ പറയുന്ന പാർട്ട്ണർ ഉണ്ടാവും കൂടെ? ഒരു പാർട്ട്ണറും ഉണ്ടാവത്തില്ല, അവരുടെ മക്കളും കാണത്തില്ല, ആരും കാണത്തില്ല. അവൻ ഫേസ് ചെയ്തേ പറ്റും. അതുകൊണ്ട് എല്ലാ മക്കളെയും എല്ലാവരും ഈ ലോകം എന്താണെന്നും നമ്മളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്താണെന്നും പ്രതിസന്ധികൾ എന്താണെന്നും അറിയിച്ച് വളർത്ത്. അവരെല്ലാം ഫേസ് ചെയ്യട്ടെ.
എന്ത് പേടിച്ചാണ് നിങ്ങൾ ഈ വളർത്തുന്നത് മക്കളെ ഇങ്ങനെ പൂട്ടി പൂട്ടി? റിലേഷൻഷിപ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്? റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാ പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണത്. അതായത് ഈ ആൺകുട്ടികളോട് മിണ്ടാൻ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, ആൺകുട്ടികളോട് മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നം, പുറത്തുപോയ പ്രശ്നം, പ്രണയിച്ച പ്രശ്നം. അങ്ങനെ പ്രശ്നം എന്ന് വിചാരിച്ച് വളർത്തുന്ന പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഒരാൾ ഒരു ഒരു കറക്റ്റായിട്ടുള്ള മാനാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഓക്കെ, ഒരാണിനോട് പോലും സംസാരിക്കാത്തൊരു പെൺകുട്ടി, ആണുങ്ങൾ എങ്ങനെയാണെന്ന് അവൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഒരാണ് വന്ന് ചിരിച്ചു, ഇപ്പം നിങ്ങൾ അവളിങ്ങനെ പൂട്ടി പൂട്ടി വെച്ചേക്കുക, വേറെ ഒരാണുങ്ങളോട് സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാണ് വന്നു, അയാൾ ചിലപ്പം വല്ല ക്രിമിനലായിരിക്കാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ്, സൈക്കോ, നാർസിസ്റ്റ്, അങ്ങനെ എന്തോ ആയിരിക്കാം. അവളുടെ അടുത്ത് വന്ന് ചിരിച്ച് സംസാരിക്കുമ്പോൾ അവൾ വിചാരിക്കും, ഓ ഇതാണ്, ഇങ്ങനെയാണ് ആൺപിള്ളേർ, ഇവൻ പറയുന്ന എല്ലാം ശരിയാണ്, ഇവൻ പെർഫെക്റ്റ് മാനാണ്, ഓ ഇവൻ എന്നെ പൊന്നുപോലെ നോക്കും എന്ന് പറഞ്ഞ് അവൻ്റെ ആ കെണിയിൽ ആ പെൺകുട്ടി വീഴും. കാരണം അവൾക്കറിയില്ല എന്താണ് ആണുങ്ങൾ, എന്താണ് ആൾക്കാരെന്ന് അവൾക്കറിയില്ല. അങ്ങനെ പൂട്ടി വെച്ച് ഇങ്ങനെ വളർത്തുന്ന പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള കെണികളിൽ പോയി വീഴുന്നത്. ഒരു ആൺകുട്ടിയെടുത്ത് സംസാരിച്ച് നല്ലൊരു പെൺകുട്ടിയെടുത്ത് സംസാരിച്ചെന്ന് ഒരു റിലേഷൻഷിപ്സ് 1-2 റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല. അവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. അവനവൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അവനവൻ്റെ കയ്യിലാണ്. നിന്നെ നശിപ്പിക്കാനുള്ള താക്കോല് നീ മറ്റൊരുത്തൻ്റെ കയ്യിൽ കൊടുക്കരുത്. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അവനവനെ നശിപ്പിക്കാനുള്ള താക്കോല് മറ്റൊരുത്തൻ്റെ കയ്യിൽ കൊടുക്കരുത്. അതെന്തും ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് പലതും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. ഈവൻ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മളുടെ ഫോട്ടോസ്, വീഡിയോസ്, നമ്മുടെ പ്രൈവസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ നമ്മുടെ ബോഡി, എല്ലാം അവനവനെ സൂക്ഷിക്കാൻ ആ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അല്ലാണ്ട് പൂട്ടി വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. പൂട്ടി വെച്ചിട്ട് ഒരിക്കൽ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവർ മുന്നിൽ ചെന്ന് ചാടുന്ന വല്ല സിംഹത്തിൻ്റെ കടുവയുടെ മുന്നിലായിരിക്കും. ആ സിംഹത്തിൻ്റെ കടുവിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം അവർക്ക് ഈ ലോകം എന്താണെന്ന് അറിയില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് വെച്ച് പൊത്തിനകത്ത് അടച്ചു വെച്ചേക്കുമല്ലേ. ഒരു കാലത്ത് പുറത്ത് വരണമല്ലോ. പുറത്ത് വരുമ്പോഴായിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതായിപ്പോൾ അവർ. ദാരിദ്ര്യം അറിയിക്കേണ്ട, കഷ്ടപ്പാടും അറിയിക്കേണ്ട, ബുദ്ധിമുട്ടും അറിയിപ്പിക്കേണ്ട, ഇങ്ങനെ ഫീഡ് ചെയ്ത് മറ്റേ തത്തേനെയൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ വളർത്തിക്കോ മക്കളെ. നാളെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നേരെ കയറും എടുത്തിട്ട് തൂങ്ങിച്ചാവും. ഇതൊക്കെയാണ് ഒരു പ്രശ്നം. ഒരുത്തൻ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐതർ അവരെ അത് പ്രതികരിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള മിനിമം അത്ര പോലും കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് മക്കളെ വളർത്തുന്നത്. കോൺഫിഡൻസ് ഇല്ലാതെ എങ്ങനെയാണ് പോകാൻ ഇടവില്ല. എവിടെ പോവും? തിരിച്ചു വന്നാൽ പാരൻസ് സ്വീകരിക്കുമോ? സഹോദരങ്ങൾ സ്വീകരിക്കുമോ? എവിടെ പോവാൻ ഇടവില്ല. അതുകൊണ്ടാണ് എൻ്റെ പൊന്നു മക്കളെ പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, പെൺകുട്ടികളുടെ ആൺകുട്ടികളടുത്തും അവനവന് സ്വന്തമായിട്ടൊരു ഇടമുണ്ടാക്കുക ഫസ്റ്റ്. എന്നതിന് ശേഷം മാത്രം കല്യാണമോ എന്ത് കുന്തം വേണമെങ്കിലും നിങ്ങൾ ചെയ്യും. 30 വയസ്സിന് ശേഷം കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല ലോകത്ത്. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? കുട്ടികളുണ്ടാവില്ല എന്നാണ്. വി ആർ നോട്ട് ബേബി മേക്കിംഗ് മെഷീൻസ്. കുട്ടി വേണോ? നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. കാശുണ്ടാക്ക്, പഠിക്ക്, പൈസ ഉണ്ടാക്ക്. പണമാണ് ഇമ്പോർട്ടൻ്റ് ലൈഫിൽ. നിനക്ക് പണമുണ്ടോ? നീ ലംബോർഗിനി ഇരുന്ന് കരഞ്ഞോ? ഒരു കുഴപ്പമില്ല. അപ്പം അല്ലാണ്ട് വല്ലവൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഇരുന്ന് കരയുന്നതിലോ എത്രയും നല്ലതാണ് നീ വല്ല ലംബോർഗിനിയിലോ അല്ലെങ്കിൽ BMW ഇരുന്ന് കരയുന്നത്. കാശുണ്ടാക്കും മക്കളെ, കാശ്. അല്ലാണ്ട് വല്ലവൻ്റെ വീട്ടിൽ ഓക്കെ. നമ്മളെയൊക്കെ ചെറുപ്പം മുതൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ലൊരു ഭർത്താവിൻ്റെ വീട്ടിൽ കുടുംബിനിയായിട്ട് ഒക്കെ പക്ഷെ അതല്ല റിയാലിറ്റി. അത് സിനിമയിലും നോവലിലും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന സ്നേഹവും പ്രണയവും ഒക്കെ തീർന്ന് എല്ലാവരെയും മടുക്കും. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവും, എന്തായാലും ലൈഫിലുണ്ടാവും. ആ സ്റ്റേജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വേണം. നിങ്ങളുടെ മക്കളെടുത്ത് നിങ്ങൾ അവനവനോട് തന്നെ പറയും, ആദ്യം സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പും വിവരവും ഡിഗ്രിയും ഒന്നുമല്ല ഇതിൻ്റെ ഒന്നും ക്രൈറ്റീരിയ. ഈ ലോകത്ത് സക്സസ്ഫുള്ളായ എല്ലാ ആൾക്കാരും ഹൈലി എഡ്യൂക്കേറ്റഡായ ആൾക്കാരല്ല. ഈ ഹൈലി എഡ്യൂക്കേറ്റഡായ ആൾക്കാർ പലരുമാണ് ഈ പറയുന്ന പോലെ തകർന്നില്ലാണ്ടാവുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. എൻ്റെ ഒരു കൊളീഗ്
വളരെ നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ്, ഒരു പ്രണയം നശിച്ചു എന്ന് പറയും. ഞങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സായിരുന്നു. ആ ഒരു ഓണം വെക്കേഷന് ഞാൻ വീട്ടിൽ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ ഞങ്ങൾ സംസാരിച്ചതാണ്. ഒരിക്കൽ വളരെ വളരെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു കുട്ടി പ്രണയം തകർന്നു എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഓണം വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുന്നു, ഇങ്ങനെ ഇന്ന കുട്ടി ഇങ്ങനെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഹോസ്പിറ്റലിലാണെന്ന്. അപ്പോൾ ഷീസ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ്. ക്ലോസ് മീൻസ് വെരി ക്ലോസ്. ഞാൻ ചോദിച്ചു, അയ്യോ എന്താ പറ്റിയേ? കുഴപ്പമില്ല, ഓക്കെ എന്താ ചെയ്യുക, ഞാൻ ഡ്രൈവ് ചെയ്യാം, ഓക്കെ എന്നാൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഡ്രൈവ് ചെയ്യുന്നതായതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ഫ്ലാറ്റിലെത്തി കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഓൾറെഡി അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ സൂയിസൈഡ് ചെയ്തു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നോ. ഈവൻ അവൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിന്നിട്ടുണ്ട്. എൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്, എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. സോ അവൾ ഒരു ദിവസം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അവളുടെ കാര്യം, പക്ഷേ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഇനി ഇഷ്യൂ ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അത് ഒരു റിലേഷൻഷിപ്പ് തകർന്നു, ഒരാൾ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ലൈഫിൽ ചെറിയൊരു തട്ടുകേടുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യയാണോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള? അതിൻ്റെ പകുതി ധൈര്യം വേണ്ടല്ലോ ജീവിക്കാൻ. നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് എന്തിനാന്നേ ഒരാൾ നിങ്ങൾക്ക് കൂടെ? ഒരാളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാം. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് വിഷമവും സങ്കടമൊക്കെ, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ പറയുന്ന മനസ്സും മാംസയും മജ്ജയും എല്ലാം ഉള്ള സാധാരണ മനുഷ്യരാണ്. നമുക്ക് വിഷമം ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സഹിക്കുക പറയും. നമുക്ക് വിഷമം ഉണ്ടാവണം. പക്ഷേ ആ വിഷമത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മളുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യരുത്, നമ്മൾ നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. എനിക്കത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പറയാതിരിക്കാനും പറ്റുന്നില്ല. ആരെടുത്ത് പറയുന്നത്, ഇതൊക്കെ കേട്ട് നിങ്ങളിതൊക്കെ, എനിക്കറിഞ്ഞൂടാ എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുള്ളതും എനിക്കറിഞ്ഞൂടാ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പിള്ളേരെങ്കിലും, കേൾക്കുന്ന പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കും മക്കളെ, പറ്റുന്നത്രയും പഠിക്കുക, ജോലി മേടിക്കുക. പഠിക്കാൻ നിങ്ങളെ പാരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോ, എന്നിട്ട് വല്ല പാർട്ട് ടൈം ജോലിയും ചെയ്ത് നിങ്ങൾ പഠിക്കുക, ജോലിക്ക് പോ. എല്ലാ പെൺകുട്ടികളും എനിക്കറിയുന്ന എല്ലാ ഗേൾസിനോടും പറയുന്നതാണ്, പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് വീട് വേണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവനവൻ്റെ വീട്ടിൽ പറയും, നിന്നെ കെട്ടിച്ച് വിടുന്ന വീട്ടിൽ അതാണ് നിൻ്റെ വീട് എന്ന് പറയും. എന്നിട്ട് കെട്ടിച്ച് വിട്ട വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ പറയും, നീ നിൻ്റെ വീട്ടിൽ പോകുന്നില്ല, നിൻ്റെ വീട് ഏതാ, അച്ഛനും അമ്മയുള്ള വീട്, അതാണ് അവളുടെ വീട്. കെട്ടിയൻ്റെ വീട് എന്ന് കെട്ടിയൻ്റെ വീട്ടുകാർ പറയും. സ്വന്തം വീട് പറയും, നിൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് നിൻ്റെ വീട്. അൾട്ടിമേറ്റ്ലി പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് വീടില്ല, അവർക്ക് സ്വന്തമായിട്ടൊരു ഇടമില്ല. സ്വന്തമായിട്ടൊരു വീട് വെക്ക്. നിങ്ങളെ ഒരാളും ഇറക്കി വിടാത്ത, ഒരാളും ഇറങ്ങിയപ്പോൾ ഇത് നിൻ്റെ ഇടമല്ല എന്ന് പറയുന്ന ഒരു 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 കൂര നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഒരു മുറി ഫ്ലാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു എന്താണ് പറയുന്നത്, സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു കുഞ്ഞ് കൂരയാണെങ്കിലും കുഴപ്പമില്ല. വേണ്ട, കുറച്ച് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഡിഫിക്കൾട്ടാണെന്ന് തോന്നും, അല്ല അങ്ങനെ ഡിഫിക്കൾട്ടല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒന്നുമില്ലായ്മയെന്ന് വന്ന ആളാണ്. ഞാനിതെല്ലാം ഉണ്ടാക്കിയില്ലേ, നിങ്ങളെ കൊണ്ടും പറ്റും. എനിക്കെല്ലാ സാഹചര്യങ്ങളും എതിരായിട്ട് ഞാനത് ചെയ്തില്ലേ, നിങ്ങളെ കൊണ്ടും പറ്റും. നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറ്റും. അത് പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്നൊന്നും ഇല്ല, എല്ലാവരെ കൊണ്ടും പറ്റും. നിങ്ങൾ അതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ എയിം എന്ന് പറയുന്നത്. പഠിക്കുക, ജോലി മേടിക്കുക. പഠിക്കുന്ന മാത്രമല്ല കേട്ടോ, ജോലി, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കരിയർ ഡെവലപ്പ് ചെയ്യും. അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾ എന്തിലാണ് നിങ്ങളുടെ കഴിവെന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ സക്സസ്ഫുൾ ആവുക. അതിനുശേഷം അവന് വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കുക, സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുക, വീടോ അപ്പാർട്ട്മെൻറ്റോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മേടിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണൊക്കെ കിട്ടും. ലോൺ എടുത്തിട്ട് മേടിക്കുക. ലോണൊന്നും മോശം കാര്യമൊന്നുമല്ല. അങ്ങനെയൊക്കെ നമ്മളെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ വെറും തോന്നലാണ്, നമ്മളുടെ വെറും മണ്ടത്തരാണ്. അത് കുഴപ്പമില്ലാത്തൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെക്ക്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ലൈഫിൽ. അറ്റ്ലീസ്റ്റ് നാളെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ താങ്ങാൻ വലിയ 50 ലക്ഷത്തിൻ്റെ 1 കോടിയുടെ വീട് വെക്കണമെന്നൊന്നും അല്ല, 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയ്ക്കോ നമുക്ക് ചെയ്യാം ഇതെല്ലാം. പക്ഷെ അതിനൊക്കെ വരുമാനം വേണം. പണമാണ് ഇമ്പോർട്ടൻറ്റ്.
ഇപ്പോൾ ഈ പറഞ്ഞ മരിച്ചുപോയ പെൺകുട്ടികൾക്കൊക്കെ അവർക്ക് ഇറങ്ങി പോകാനൊരു ഇടമില്ലായിരുന്നു. അവർക്ക് ചെന്ന് കയറാനൊരു സ്ഥലമില്ലായിരുന്നു. നമുക്ക് ആരും വേണ്ട, പോട്ടെ എന്ന് പറയാനായിട്ട് തോളി തട്ടാൻ ഒരാളും വേണ്ട. പക്ഷേ ചെന്ന് കയറാൻ നമുക്കൊരിടം വേണം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തമായിട്ട് വീടില്ലെങ്കിലും മക്കളെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോയി നിന്നൂടെ? ഏതെങ്കിലുമൊക്കെ പാർട്ട് ടൈം ജോബിന് പോയിക്കൂടെ? എന്തൊക്കെ നിങ്ങൾ വലിയ പഠിക്കൊന്നും വേണ്ട, വല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ ഹോസ്റ്റൽ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി തരും, ഫുഡ് തരും, അവിടെ നിൽക്കാം. ജ്വല്ലറീസ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, അങ്ങനെയൊക്കെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? എന്താ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് പാരൻസിനോട് പറയുന്നത്, ഫസ്റ്റ് മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതല്ല നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ അവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും അത്. പഠിപ്പിക്കുക, അവരെ ഈ ലോകത്തോട്ട് ഇറക്കി വിടുക. അവരെല്ലാം ഫേസ് ചെയ്യട്ടെ, ഈ ലോകത്തിൻ്റെ എല്ലാ നല്ലതും ചീത്തയും എല്ലാം ഫേസ് ചെയ്യട്ടെ. എങ്ങനെ അവരതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്ക്. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം സപ്പോർട്ട് കൊടുക്ക്, കൂടെ നിൽക്ക്. പണം കൊടുത്തല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. പണം അവരുണ്ടാക്കട്ടെ, അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണം ഉണ്ടാക്കട്ടെ. പണം ഉണ്ടാക്കിയിട്ട് അവരുടെ ജീവിതം അവർ ബിൽഡ് ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ബിൽഡ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഈ ജീവിതമൊന്നും ഇല്ലേ? സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ. ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ വളരെ, അവർക്ക് സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ കൊടുക്ക്. ഉപദേശങ്ങൾ വേണ്ടി വരും. ചിലപ്പം നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ജീവിതത്തിൽ. ഒരു ഇഷ്യൂ വരുമ്പോൾ അവർക്കത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അവർ സ്റ്റക്കായി തോന്നുന്ന സമയത്ത്, മോനെ അല്ലെ മോളെ, നിനക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ടാവും, നിനക്ക് എന്താ തോന്നുന്നത്, എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നുന്നുണ്ട്, നിനക്ക് എന്താ അതിനെപ്പറ്റി അഭിപ്രായം എന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് നിനക്ക് ഒന്നും അറിയത്തില്ല, നിനക്കൊന്നിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞങ്ങൾ പറയുന്നവരങ്ങ് ചെയ്താൽ മതി. സ്വന്തം ഇണയെ കണ്ടുപിടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നില്ല. ചിലപ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു ഇണ ചിലപ്പോൾ മോശമായിരിക്കും, പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ഒരു ടൈം അവർക്ക് കൊടുക്ക്. ഡോണ്ട് റഷ് ഇൻ ടു മാരേജ് എന്ന് അവരുടെ അടുത്ത് പറ. നീ ഒരാളെ കണ്ടെത്തിയോ, അയാളുടെ അടുത്ത് ഒരു 6 months 1 year നീ റിലേഷൻഷിപ്പിലിരുന്നോ, പക്ഷെ അവൻ അല്ലെങ്കിൽ അവൾ ശരിയാണെന്നുള്ളത് നിങ്ങൾ ആൾക്കാരുടെ മനസ്സൊന്നും ചൂഴ്ന്നൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല, അത് വേറെ കാര്യം, അതൊക്കെ. ബട്ട് ഈവൻ ദോ അങ്ങനെ ഒരു ചോയ്സ് തെറ്റിപ്പോയാൽ പോലും അതല്ല ജീവിതത്തിൻ്റെ അവസാനം. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നില്ലേ? ഞാൻ എല്ലാ കാര്യത്തിനും എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നില്ലേ? എൻ്റെ 1.5 വർഷത്തോളം കല്യാണം ഉറപ്പിച്ച് ഒരു 1.5 വർഷത്തോളമായിട്ട് സ്നേഹിച്ച് ആളാണ് കല്യാണം മുടങ്ങിപ്പോയത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? എൻ്റെ ജീവിതം തീർന്നു അവിടെ? എന്താ എൻ്റെ പാരൻസ് എന്താ നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്തോ? അല്ലെങ്കിൽ എനിക്കെന്താ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ആയിക്കോട്ടെ? ഞാനെന്ത് തെറ്റ് ചെയ്തു? അല്ലെങ്കിൽ ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് വിചാരിച്ചിട്ട് എന്ത് നഷ്ടമാണ് എനിക്ക്? എൻ്റെ പൈസ നഷ്ടം ഉണ്ടായി, അത് ഞാൻ സമ്മതിക്കുന്നു. അതിലെനിക്കിപ്പോഴും റിഗ്രറ്റ് ഉണ്ട്. ഈ എൻഗേജ്മെൻറ്റൊക്കെ നടത്തി ഇത് മേടിച്ചൊക്കെ, പിന്നെ അവർക്ക് കുറേ ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്ത് എൻ്റെ കുറേ പൈസ പോയി. അതെനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. അതിന് തിരിച്ച് കിട്ടത്തുമില്ല. പക്ഷേ അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അല്ലാതെ എന്ത് നഷ്ടമാണ് ഉണ്ടായത്? ലോകത്തിൽ അവസാനത്തെ ആണാണോ അത്? വേറെ ആമ്പിള്ളേരൊന്നും ഇല്ലേ ലോകത്ത്? അല്ലെങ്കിൽ ആ കല്യാണം നടക്കുന്നതായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം? അല്ല. ഒരാഴ്ച 2 ആഴ്ച മാക്സിമം, അതിനപ്പുറം അത് എന്നെ ബാധിച്ചിട്ടേ ഇല്ല. ബിക്കോസ് ഐ ഹാവ് എ ലൈഫ് ഔട്ട്സൈഡ് ദിസ്. എൻ്റെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ബിൽഡ് ചെയ്ത എൻ്റെ ലൈഫാണിത്. അവിടെ എൻ്റേതായ സന്തോഷങ്ങളും എനിക്കെന്ന് പറയാനായിട്ടുള്ള എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത് നിൻ്റേതല്ലെന്ന് പറയാനോ അല്ലെങ്കിൽ എന്നെ വിട്ടു പോകുന്നതായിട്ടോ ഒന്നുമില്ല. എനിക്കെൻ്റെ ജോലിയുണ്ട്, എൻ്റെ എഡ്യൂക്കേഷനുണ്ട്, എൻ്റെ വീടുണ്ട്, എൻ്റെ കാറുണ്ട്, എൻ്റെ ബാങ്ക് ബാലൻസ്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും എന്നെ വിട്ടു പോകത്തില്ല. ഞാനൊരു ബ്യൂട്ടിഫുൾ ലൈഫാണ് ഞാൻ നയിക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടിലൊരു ചെറിയൊരു കേട് വന്നെങ്കിൽ അത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. പിന്നെ ലൈഫ് മുന്നോട്ട് പോകാമെന്നല്ലാണ്ട് എന്തെന്നാണിത്? ഒരു കല്യാണം മുടങ്ങിയെന്ന് വിചാരിച്ചു, ഒരു ഡിവോഴ്സായെന്ന് വിചാരിച്ചിട്ട് തീർന്നോ ജീവിതം അവിടെ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തൊരു വലിയ മണ്ടത്തര. ഒരാളുടെ ലൈഫിൽ വന്നു, സെറ്റ് ആവില്ലെന്ന് തോന്നി, പോയി, ദാറ്റ്സ് ഓക്കെ. ഇനി വേറെ ലൈഫ്. എത്രയോ ആൾക്കാർ, എത്ര ഹാപ്പിലി മാരീഡ് ആയിട്ടുള്ള എത്ര ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് ഡിവോഴ്സാണ് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ്. അയ്യോ അവൾ എന്നെ കളഞ്ഞിട്ട് പോയി, അവൻ എന്നെ കളഞ്ഞിട്ട് പോയി. സോ വാട്ട്?
അവർക്ക് നമ്മൾ ശരിയായില്ലെന്ന് എല്ലാവർക്കും ഒന്നും സെറ്റാവത്തില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ടോക്സിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാൾ മറ്റൊരാൾക്ക് ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ആയിരിക്കും. കാരണം എൻ്റെ ക്യാരക്ടറും അയാളുടെ ക്യാരക്ടറും ചേരാത്തതുകൊണ്ടാണ് എനിക്കല്ല ടോക്സിക്കും അയാൾക്ക് ഞാൻ ടോക്സിക്കാവുന്നത്. നമ്മൾക്ക് ശരിയാവത്തില്ല. പക്ഷേ മറ്റൊരാൾക്ക് അവർ കറക്റ്റ് ഫിറ്റായിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ അമാനുഷിക ശക്തിയൊന്നുമില്ലല്ലോ. ഈ പഞ്ചാംഗവും ജ്യോതിഷവും ഒന്നും വെച്ച് നമുക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ലല്ലോ. ആൾക്കാരോട് പെരുമാറുമ്പോഴും ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴായിരിക്കും അവരെപ്പറ്റി മനസ്സിലാക്കുന്നത്. ശരിയാവില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ടാറ്റ ബബൈ പറഞ്ഞ് പോരുക. അതിപ്പം മക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ജീവിതം ഞാൻ അഡ്ജസ്റ്റ് എന്തിന് ഈ മക്കളൊക്കെ നാളെ ജോലി കിട്ടി അവരവരുടെ വഴിക്ക് പോവും. നിങ്ങളാണ് ലൈഫിൽ ഒറ്റയ്ക്കായി പോവുക. ഒരാളും ഉണ്ടാവില്ല. ഐ ആം ടെല്ലിങ് യു, നോബഡി വിൽ ബി ദേർ. ഇന്നത്തെ കാലത്ത് ഒരു മക്കളെയും കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു ജീവിതം കെട്ടിപ്പൊക്കണ്ട. ഒരാളും കൂടെ കാണത്തില്ല. പാരൻസോ സിബ്ലിങ്സോ മക്കളോ കൊച്ചുമക്കളോ ഒരാളും കാണുകയില്ല. നമ്മൾ മാത്രമേ ഉണ്ടാവും. അവനവൻ്റെ മനസ്സും ശരീരവും അവനവൻ സൂക്ഷിച്ച് അവനവന് കൊള്ളാം. ഒരാളെയും കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു സ്വപ്നവും നിങ്ങൾ കെട്ടിപ്പടുക്കണ്ട. മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഹോമിച്ചു, എന്നിട്ട് ഈ നാളെയും മക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നതാണ് വിചാരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അവർ പറക്കുമ്പോൾ അവർ പറന്നു പോകും അവരുടെ വഴിക്ക്. ഒരാളും കാണത്തില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലീവ് ദ മാരേജ് ഓർ ലീവ് ദാറ്റ് പേഴ്സൺ. എന്താ സംഭവിക്കാൻ പോകണമെന്ന് കാണാമല്ലോ. ഒന്നും സംഭവിക്കാൻ പോകില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പാർട്ട്ണറെ കിട്ടാതിരിക്കും. എന്നാലും രാത്രി കരഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങാതിരിക്കാൻ പറ്റുമല്ലോ. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പൈസ 10,000 രൂപയാണെങ്കിലും അവനവന് പേടി കൂടാതെ കരയാതെ വിഷമിക്കാതെ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ. അയ്യോ അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അയാളിനി വേറെ ആരുടെയും കൂടെ പോവാണോ, എന്നോട് ഇനി സ്നേഹമുണ്ടോ, എന്നെ വേണ്ടാതായോ എന്നൊക്കെ ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് എന്നെ അയാൾ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഓർത്ത് കരഞ്ഞും വിഷമിച്ചും ജീവിതം മുഴുവൻ തീർക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ വേണ്ടത് ലൈഫിൽ? ഇഫ് യു ഡോണ്ട് ലവ് മീ, ഇഫ് യു കാൻറ്റ് ടേക്ക് കെയർ ഓഫ് മീ, യു ലീവ്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഞാൻ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഡിവോഴ്സ് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും ചേർന്ന് പോകാത്ത രണ്ടാൾക്കാർ എന്തിനാണെന്നേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 10-30 കൊല്ലം ജീവിക്കുന്നത്. പണ്ടുള്ള കാരണന്മാരൊക്കെ പറയുന്നതൊക്കെ ഞങ്ങളുടെ കാലത്തുള്ള ആൾക്കാർ വളരെ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു, ഞങ്ങളൊക്കെ എന്തുമാത്രം സഹിച്ചിട്ട്. അത് നിങ്ങൾ എന്ത് നേടി? അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചും ജീവിച്ചിട്ട് എന്ത് നേടി? കുറേ മക്കളെയോ? ജോലിയുള്ള മക്കൾ, എൻ്റെ മക്കളുടെ ജീവിതം നന്നാക്കി അവർക്ക് കൊള്ളാം, അവർ സുഖമായിട്ട് ജീവിക്കും. നിങ്ങളോ? നിങ്ങൾക്ക് എന്ത് കിട്ടി ലൈഫിൽ? നിങ്ങളുടെ ലൈഫ് വേസ്റ്റായിപ്പോയി, തീർന്നു. ഇനി ഈ ലോകത്ത് ഇനി ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ടോയെന്നോ പുനർജന്മം ഉണ്ടോയെന്നോ സ്വർഗത്തിൽ പോകുന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ പറഞ്ഞ് കേട്ടില്ല, നമുക്ക് അറിഞ്ഞൂടാ. ഈ ലൈഫ് മാത്രമാണ് ഇപ്പോൾ സത്യം. ഇത് മാത്രമാണ് നമുക്കറിയുന്ന കാര്യം. ഈ ലൈഫ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ അടുത്ത ജന്മത്തിൽ നോക്കിക്കോളാം എന്ന് പറയാൻ അടുത്ത ജന്മം ഉണ്ടോ എന്നൊന്നും ഉറപ്പില്ല. ഇത്തോണത്തോടുകൂടി മറ്റേ മത്സരങ്ങളെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? തീർന്നില്ലേ നിങ്ങളുടെ ലൈഫ്? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പോലും. ദയവ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടൊന്നും ജീവിക്കണം. അവനവന് വേണ്ടി ജീവിക്കുക ഫസ്റ്റ്. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര അത്യാവശ്യം നല്ല കാശും പൈസയൊക്കെ ഉള്ള ആളാണ്. പുള്ളിക്കാരി പെട്ടെന്നൊരു ദിവസം മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഒരു മാക്സിമം 2 പിള്ളേരും ഉണ്ടായിരുന്നു. 2 മാസം ഒരു മാസം പോലും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നാളൊക്കെ വിഷമിച്ചപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ സമാധാനിപ്പിക്കും. 1 മാസം കഴിഞ്ഞ ഉടനെ പുള്ളി വേറെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. പിന്നെ പുള്ളി കല്യാണം കഴിച്ച് പുള്ളി സുഖമായിട്ട് ജീവിച്ച്. അത്രയേ ഉള്ളൂ നമ്മളൊക്കെ ഓരോരുത്തരുടെ ലൈഫിൽ. അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ നമുക്ക് ലൈഫിൽ. ഇവൻ പാരൻസ് ഓർക്കത്തില്ലല്ലോ നമ്മളെ. ചിലപ്പോൾ 2-3 മാസം ഓർക്കും, 6 മാസം വേണം, 1 വർഷം ഓർക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മളോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആരും നമ്മളോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. നഷ്ടപ്പെട്ട നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം, വേറെ ഒരാൾക്കും നഷ്ടമില്ല. അവനവന് വേണ്ടി ജീവിക്കുക, വേറെ ഒരാൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്കൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ, മനസ്സമാധാനം കിട്ടുന്നില്ലേ, സ്നേഹം, കെയർ, പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലേ, ലീവ് ദം. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഒരു ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളതാ?
പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, അടുക്കളപ്പുറത്ത് കരഞ്ഞ് തീർത്ത് ഞാൻ എൻ്റെ എന്നിട്ട് എന്ത് നേടി? നാളെ മക്കൾ വന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി പൊക്കൂടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ട് നോക്കി നിൽക്കേണ്ടി വരും നമ്മൾ. പറയാനൊരു ഉത്തരം ഉണ്ടാവില്ല. ഞാൻ ആരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നാളെ വന്നിട്ട് അവർ വന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ? ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ലാണ്ട് നിൽക്കേണ്ടി വരും കണ്ണും മിഴിച്ച്. സത്യമാണ്. ഇപ്പം എൻ്റെയൊക്കെ പാരൻസ് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്കുള്ള. പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയണേ. മക്കൾക്ക് വേണ്ടി നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ, പക്ഷേ അതിനൊപ്പം അവനവനും കൂടി ജീവിക്കുക. നിങ്ങൾക്ക് ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, മാനസികമായിട്ട് നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫിസിക്കലി അബ്യൂസീവ് ആണ്, മെൻ്റലി അബ്യൂസീവ് ആണെന്ന് ലീവ് ദ റിലേഷൻഷിപ്പ്. ഒന്നും സംഭവിക്കാൻ പോണില്ല. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കും, പിറ്റേ ദിവസം ഓരോ ദിവസം കടന്നു പോകും. ചിലപ്പം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളൊരാളെ കണ്ടുമുട്ടിയില്ല എന്ന് വരും. നല്ലൊരാളെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചത്. എന്നാലും കരയാതെ മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്, പേടിക്കാതെ. ഇന്ന് മരിക്കും, നാളെ മരിക്കും, നാളെ കൊല്ലും, മറ്റന്നാൾ കൊല്ലുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണോ എന്ന് ആലോചിച്ച് നിങ്ങൾ അങ്ങനെയൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നല്ലൊരാൾ നിങ്ങൾ കണ്ടെത്തിയേക്കാം, ചിലപ്പോൾ നല്ലൊരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം, അങ്ങനെ ഉണ്ടാവാമല്ലോ. സോ ഇപ്പോൾ ഓൾറെഡി മാരേജിലൊക്കെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ലീവ് ചെയ്യാൻ നോക്കുക. എല്ലാവരും വിളിച്ചിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്ന് പറയാനല്ലാണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അവരുടെ സഹായം മേടിച്ച് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുക. പിന്നെ പാരൻസിനോടാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ നല്ല സക്സസ്ഫുൾ ആവാൻ വേണ്ടി നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം മാരേജ് ഒരു ഇണയെ വേണമെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ. അതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരാളെ കണ്ടെത്തിയെന്ന് വിചാരിക്കും, അവർക്ക് സജസ്റ്റ് ചെയ്തു ഇങ്ങനൊരു ചെറുക്കനുണ്ട് അല്ലെങ്കിൽ ഒരു പെണ്ണുണ്ട്, നിനക്ക് എന്താ അഭിപ്രായം? അവർ ഓക്കെ ആണെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ, ജീവിക്കട്ടെ. അല്ലാണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നൊന്നും പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഒരു ഫുള്ളി ഗ്രോൺ അപ്പ് മാൻ അല്ലെങ്കിൽ ഫുള്ളി ഗ്രോൺ അപ്പ് വുമണിന് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണോ? സ്വന്തം ഇണയെപ്പോലും കണ്ടെത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പോണത്? ആ ഒരു ഡിസിഷൻ പോലും അവർക്ക് ലൈഫിൽ എടുക്കാൻ നിനക്ക് അതൊന്നും ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവില്ല. അങ്ങനെ കഴിവില്ലാത്തവരായിട്ട് എന്തിനാണ് മക്കളെ വളർത്തുന്നത്? സ്വന്തം ഇണയെ അതെനിക്ക് നല്ല പാർട്ട്ണറാണോ എന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അത്രയും കഴിവുകെട്ടവരായിട്ടാണോ മക്കളെ വളർത്തുന്നത്? അങ്ങനെ അത്രയും കഴിവുകെട്ടവർ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? എങ്ങനെ അവർ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ അവർ ഫേസ് ചെയ്യും? എന്ന് നിങ്ങൾ ഈ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമോ അവരെ? എന്നും ഇങ്ങനെ ഈ രക്ഷാകവചം ഉണ്ടാക്കി ഇങ്ങനെ ഫുൾ ടൈം കൂടെ നടക്കുമോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഉള്ള ഈ പെൺകുട്ടികളുടെ കാര്യം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പം ജീവിതാവസാനം മുഴുവൻ നിങ്ങൾക്ക് സ്വയം ശപിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചിലപ്പം ഭയങ്കര റൂഡായിട്ടാണോ സംസാരിച്ചത്, എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും എന്നെ വെറുത്തു പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു. നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരുപാട് നമ്മുടെ എത്ര എക്സ്പീരിയൻസ് എന്നിട്ട് എന്താ നമ്മൾ പഠിക്കാത്തത്? എന്താ മക്കളെ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തെങ്കിലും പറ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ. ഐ കാൻ ഗിവ് യു മണി. പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ തന്ന് സഹായിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ജീവിതത്തിലേക്ക് വരാനായിട്ട് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇതിൻ്റെ കമൻറ്റിലെങ്കിലും എഴുതിയിട്ട്, ദയവ് ചെയ്തിട്ട് അഡ്രസ്സും ഫോൺ നമ്പറൊന്നും എഴുതിയിടല്ലേ. കാരണം എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കാണുന്നത് എന്നുള്ള ആൾക്കാർ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, എങ്ങനെയുള്ള നടഞ്ഞൂടാ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, മെയിൽ ചെയ്യാം, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയുക. നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. മരണമാണോ അൾട്ടിമേറ്റ്ലി സൊല്യൂഷൻ? എനിക്കത് മനസ്സിലാവണില്ല. അത് എന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവണില്ല. പ്രശ്നമുണ്ടോ ഉടനെ നേരെ പോയി തൂങ്ങിച്ചാൽ തീർന്നു, കഴിഞ്ഞല്ലോ, സൊല്യൂഷനായി. ആ പിള്ളേരുടെ കാര്യം, ആ കുഞ്ഞു പിള്ളേരുണ്ട്, അവരൊക്കെ ഇനി എങ്ങനെ ജീവിക്കുക? അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇത് ആലോചിക്കുന്നതിനെ പറ്റിയൊക്കെ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതിൻ്റെ പകുതി ധൈര്യം വേണ്ടല്ലോ ജീവിക്കാൻ. ഒരാൾക്ക് ജീവിക്കാൻ എത്ര രൂപ വേണം? ആ രൂപ നിങ്ങളൊരു കടയിൽ പോയി നിന്ന് അങ്ങ് കിട്ടൂലേ?
എന്തോരം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഒരിടത്ത് നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടില്ല. ഒരു കട പോലെ ഒരു ഫാൻസി സ്റ്റോറിൽ പോയി നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നിൽക്കാൻ പറ്റില്ല. എത്രമാത്രം ടെക്സ്റ്റൈൽ ഷോപ്പ്സ് ഉണ്ട്. അവരവിടെ ഹോസ്റ്റൽ സൗകര്യവും ഫുഡും അടക്കം എല്ലാം തരുന്നുണ്ട്. ജീവിക്കാനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് കയറി നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആകുക. അതെല്ലാം എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. എനിക്ക് ഇത്രയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.